എന്നാ മോളെ, എന്തു പറ്റി? അമ്മ എന്താണെന്നറിയത്തില്ല, എനിക്കിപ്പം ഭയങ്കര ക്ഷീണം, ഓക്കാനം വരുക. ആണോ? എന്നാലേ വിശേഷമായിട്ടുണ്ടാവും. അമ്മയ്ക്ക് സന്തോഷമായി മോളെ. ആണോ അമ്മേ? എന്നാ ഞാൻ അരുണേട്ടൻ്റെ കൂടെ ഒന്ന് പറയട്ടെ? ഏയ് ഇപ്പം പറയണ്ട, അമ്മ പുറത്തു പോകുന്നുണ്ട്, ഒരു കാർഡ് വാങ്ങിയിട്ട് വരാം. അത് നോക്കി കൺഫേം ചെയ്തിട്ടോ അവനോട് പറഞ്ഞാൽ മതി. ആ അമ്മ പോസിറ്റീവാ. ആണോ മോളെ? ഓ, ഇത്ര പെട്ടെന്ന് തന്നെ വിശേഷമായല്ലോ, അത് മതി. അമ്മ ഞാനിതൊന്ന് അരുണേട്ടനെ അറിയിക്കട്ടെ? അതെ, ഇനി ഇങ്ങനെ ഓടിച്ചാടിയൊന്നും നടക്കരുത്, പതുക്കെ നടന്നാൽ മതി. 2-3 മാസത്തേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ അമ്മ ഡോക്ടറെ കണ്ടു, സ്കാനിങ് ഒക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, പേടിക്കണ്ടെന്ന്. പിന്നെ കോളേജിൽ പോകുന്ന കാര്യം ഞാൻ തിരക്കി, പൊക്കോളാൻ പറഞ്ഞു. റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന്. ഇനി അടുത്ത സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. ആ അവരങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അതും 2-3 മാസത്തേക്ക് നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണം കേട്ടോ. മീനു, മരുന്നൊക്കെ എടുത്തോ? അതാ വണ്ടിയിലുണ്ട്. മോളെ, എന്നാ അമ്മ ഒരു ജ്യൂസ് എടുക്കാം. ഞങ്ങൾ ജ്യൂസ് ഇപ്പം ജംഗ്ഷനിൽ നിന്ന് കുടിച്ചതേ ഉള്ളൂ. ഓ, എന്നാലും ഭയങ്കര ദാഹം, എന്തൊരു ചൂടാ. അമ്മ ഒരു ജ്യൂസ് എടുത്തോ, ഞാൻ ആ ഫാനിൻ്റെ താഴെ ഒന്ന് ഇരിക്കട്ടെ. ആ ഇന്നമ്മ. മോടെ അമ്മേനെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഇതൊക്കെ കേൾക്കുമ്പോഴേ അമ്മമാർക്കാ കൂടുതൽ സന്തോഷം ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലമ്മ, പറയാം. എന്നാലേ ഇപ്പം തന്നെ വിളിച്ചോ. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ അറിഞ്ഞാൽ എന്ത് സന്തോഷം ഉണ്ടാകാനാ? ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. അതിനും കൂടി എന്നെ ശകാരിക്കുമായിരിക്കും. എൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതെവിടാ വെച്ചത്? ആ ഇതിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുവാണോ? ഒന്നും കഴിച്ചില്ലേ? ആ കഴിക്കാമ്മ. ഞാനേ കുറച്ച് തിരക്കായിപ്പോയി, അതാ. നേരത്തെ പോലെ 2 രൂപ കഴിച്ചിട്ടങ്ങ് ഓടാനൊന്നും പറ്റൂല. നന്നായിട്ട് ഫുഡ് കഴിക്കണം. ഉള്ളിലൊരു ജീവൻ കൂടി വളരുന്നുണ്ടെന്നുള്ള ഓർമ്മ വല്ലതും ഉണ്ടോ? നിക്ക്, ഞാൻ വരുത്തരാം. ഇവിടെ വെച്ചിരുന്നാലേ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഇറങ്ങി ഓടിക്കളയും. ഇന്നാ കഴിക്കേ. വെള്ളം വേണോ? വേണ്ടമ്മ. എന്നാ, ഇങ്ങനെ ആരോഗ്യമില്ലാതിരുന്നാലേ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആൾക്കാരൊക്കെ ചോദിക്കും, ആ സുമയുടെ മരുമകളുടെ പരുവം കണ്ടോ ഇപ്പോഴെന്ന്. ആ വന്നു കയറിയപ്പോൾ എങ്ങനെയായിരുന്നു, എൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ ക്ഷീണിച്ചു പോയെന്നങ്ങ് പറയും. അവർക്കറിയില്ലല്ലോ ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോകുന്നു. അതിന് ഞാനിപ്പം വണ്ണം വെച്ചിരിക്കുമല്ലേ അമ്മ. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? 7-ാം മാസം പ്രസവത്തിന് എൻ്റെ വീട്ടിൽ തന്നെ പോയി നിൽക്കണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ അമ്മേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. മോൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമെങ്കിൽ മോൾ ഇവിടെ നിന്നോ, അമ്മ നോക്കിക്കോളാം മോളുടെ കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. മോൾ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് അമ്മയ്ക്ക് സന്തോഷം. അവനും അങ്ങനെ തന്നെ ആയിരിക്കും. ദാ മതി അമ്മേ, കുറച്ച് മുമ്പല്ലേ മുട്ടയും ഏത്തപ്പഴവും കഴിച്ചത്, അതുകൊണ്ട് വയറ് ഫുള്ളായിട്ടിരിക്കുക. മതിയമ്മ. എന്നാൽ ശരി, അമ്മ ടിഫിനും വെള്ളം എടുത്തിട്ട് വരാം. ഹലോ ഏട്ടാ. നീ ഇറങ്ങാറായോ? ആ ഞാൻ ഇറങ്ങുവാ. സൂക്ഷിച്ചും പോണേ. ആ സൂക്ഷിച്ചു പൊക്കോളാം. എന്നാ ശരി. ഇന്നാ മോളെ. ശരിയമ്മ. കൊണ്ടുപോകുന്നതൊക്കെ മൊത്തം കഴിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കുടിക്കണം, അല്ലെങ്കിലേ മൂത്രത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ ശരി, സൂക്ഷിച്ചു പോണേ.